Hi everyone, welcome to Aarthi's Kitchen and Vlogs. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇനിപ്പ് കൊഴുക്കട്ടയാണ്, അതായത് പിടി കൊഴുക്കട്ടയാണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന് വീഡിയോയിലൊന്ന് പോയി നോക്കാം. പിടി കൊഴുക്കട്ടയ്ക്ക് ആവശ്യമായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടാവുമ്പോൾ പാശിപ്പരിപ്പ് 1/4 കപ്പ് ചേർത്ത് കൊടുത്ത് നെയ്യിലിട്ട് വറുത്തെടുക്കാം. പരിപ്പിനൊക്കെ വയ്ക്കൂലേ, ആ പരിപ്പാണ്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനെ ഒന്ന് വേവിക്കാൻ വെക്കണം. കുറച്ച് വെള്ളം ചേർത്ത് 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനെ ഒഴിച്ചു കൊടുത്ത് വേവിക്കാൻ വയ്ക്കാം. പരിപ്പൊക്കെ ചോന്നിട്ടുണ്ട്. 2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനെ കുക്കറിനെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നന്നായിട്ട് വേവിച്ചെടുക്കാം. 2 വിസിലൊന്ന് വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ മത്ത് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കടഞ്ഞെടുക്കാം. ശർക്കര പാവ് കാച്ചി എടുക്കാം. അതിലേക്ക് ആദ്യം ശർക്കര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശർക്കരയൊക്കെ പാനിയായിട്ട് വരുന്നുണ്ട്. ശർക്കര പാനിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി സ്റ്റൗവിനെ ഒന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. നേരത്തെ നമ്മൾ പരിപ്പ് വേവിച്ച് മാറ്റി വെച്ചിരുന്നില്ലേ, അതിൻ്റെ കൂടെ തന്നെ ശർക്കര പാനിയെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർക്കുമ്പോൾ നല്ല സ്വാദാണ്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത്, അതായത് കാർഡമം പൗഡർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർക്കും മുമ്പേ 1 സ്പൂണ് നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണം കിട്ടും കൊഴുക്കട്ടയ്ക്ക്. അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
കൊഴുക്കട്ടയുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ട്. ഇനി നമുക്ക് കൊഴുക്കട്ടയുടെ രൂപത്തിൽ ഉരുട്ടിയെടുക്കാം. വലിയ വലിയ ബാളിൻ്റെ സൈസിൽ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഇഡ്ഡലി തട്ടിൽ നെയ്യ് പുരട്ടി കൊടുക്കാം ഓരോ കുഴിയിലും. ഓരോ കൊഴുക്കട്ടയും ഓരോ കുഴിക്കകത്ത് വെച്ചു കൊടുക്കാം. മുഴുവൻ ഉരുണ്ടകളെയും വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് 10 മിനിറ്റ് വേവിക്കാൻ വയ്ക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിനെ ഒന്ന് ഓഫ് ചെയ്യാം. കൊഴുക്കട്ടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അടിപൊളിയായിട്ട് നമ്മുടെ കൊഴുക്കട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. പിന്നെ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.